ദേശീയപാതയിലെ മീത്തലെ മുക്കാലിയിൽ വീണ്ടും മണ്ണിടിച്ചിൽ. നിർമ്മാണ പ്രവൃത്തി നടന്നിരുന്ന ഭാഗത്ത് ഞായറാഴ്ച പുലർച്ചെ 1 മണിയോടെ വൻതോതിൽ മണ്ണിടിഞ്ഞ് വീഴുകയായിരുന്നു. കോൺക്രീറ്റ് സംരക്ഷണ ഭിത്തി നിർമ്മിക്കാനായി സ്ഥാപിച്ച കൂറ്റൻ ഇരുമ്പ് കമ്പികളും ഫൗണ്ടേഷൻ ഉൾപ്പെടെയുള്ള നിർമ്മിതികളും അപകടത്തിൽ പൂർണ്ണമായി തകർന്നു. പ്രദേശത്ത് ഇപ്പോഴും കടുത്ത മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുകയാണ്. സംരക്ഷണ ഭിത്തി നിർമ്മാണത്തിനായി ഇവിടെ ഒരുക്കിയ കൂറ്റൻ കമ്പികളും ഫൗണ്ടേഷനുമെല്ലാം നിമിഷങ്ങൾക്കകമാണ് തകർന്ന് നിലംപൊത്തിയത്. നിർമ്മാണ മേഖലയിലെ അശാസ്ത്രീയതയും അധികൃതരുടെ അനാസ്ഥയുമാണ് ദുരന്തത്തിന് വഴിവെച്ചതെന്നാണ് പ്രദേശവാസികൾ ആരോപിക്കുന്നത്. നിർമ്മാണം അശാസ്ത്രീയമായ രീതിയിൽ നിർമ്മിച്ചത് കൊണ്ടാണ് മീത്തലെ മുക്കാളി ഇങ്ങനെ മണ്ണിടിയാനുണ്ടായ സാധ്യത. ഇവിടെ സോയിൽ നെയിൽ എന്ന് പറയുന്ന ഒരു സംവിധാനം ഇവിടെ ഉണ്ടാക്കിയത്. അതുകൊണ്ട് ഒരിക്കലും മണ്ണിനെ തടഞ്ഞു നിർത്താനാവില്ല. അത് പ്രത്യേകിച്ച് ഭയങ്കര ഉയരമുള്ള ഒരു കുന്നായിരുന്നു ഇത്. ആ കുന്ന് മുഴുവൻ ഇടിച്ച് നിരത്തിക്കൊണ്ടാണ് ഇങ്ങനെ ഇത്. അപ്പൊ സോയിൽ നെയിൽ മുഴുവൻ പരാജയപ്പെട്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മളിവിടെ വന്നപ്പോ തന്നെ നിങ്ങൾ കണ്ടില്ലേ മണ്ണിടിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് തന്നെ അതിന് ഏറ്റവും വലിയ ഉദാഹരണമല്ലേ. ഇപ്പൊ നോക്കിയാൽ എത്രയാ ദേവരാജന്റെ വീടുണ്ട് ഇതിന്റെ മേലെ, അതിനിപ്പുറം ഭാസ്കറിന്റെ വീടുണ്ട്. ഇതൊക്കെ ഏത് നിമിഷം റോഡിലേക്ക് വരാനും ഈ റോഡ് മുഴുവൻ ഗതാഗത യോഗ്യമല്ലാതാവാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് അധികൃതർ എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം എന്നാണ് നാട്ടുകാരായ ഞങ്ങളുടെ അഭിപ്രായം. ഇന്ന് പുലർച്ചെ ഇടിഞ്ഞ ഈ സംഭവം നോക്കിയാൽ ദേശീയ സംരക്ഷണ ഭിത്തി അടക്കം ഇടിഞ്ഞ് വീണിരിക്കുകയാണ്. ആർക്ക് വന്ന് നോക്കിയാലും കാണാൻ പറ്റും. അവരൊക്കെ പലകയൊക്കെ റോഡിലേക്ക് തെളിച്ചു വീഴുക. മണ്ണ് മുഴുവൻ ഇപ്പോൾ ഇവർ മാറ്റിയിരിക്കുകയാണ്. ഇല്ല, തൊഴിലാളികൾ രാത്രി പണിയെടുക്കുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് ഇന്ന് ഈ അപകടം ഒഴിവായത്. അല്ലെങ്കിൽ എത്രയോ തൊഴിലാളികൾ ഇതിന്റെ ഉള്ളിൽ മണ്ണിനടിയിൽപ്പെട്ടേനെ. ഈ മണ്ണ് നീക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര പ്രയാസമാണ്. മണ്ണ് ഇടിഞ്ഞു കഴിഞ്ഞാൽ നനഞ്ഞ മണ്ണ് എങ്ങനെയാണ് വാരിയെടുക്കുക? JCB ക്കൊന്നും വാരിയെടുത്താൽ ആൾക്കാരുള്ളിലുണ്ട്, എന്ത് ചെയ്യാൻ പറ്റും? അതുകൊണ്ട് ശാസ്ത്രീയമായ രീതിയിൽ ഇതിന് പരിഹാരം ഉണ്ടാക്കണം എന്നാണ് നമ്മുടെ നാട്ടുകാരുടെ ആവശ്യം. 1 വർഷം മുൻപ് 50 മീറ്ററിലേറെ ഉയരമുള്ള ഈ കുന്നിൻ പ്രദേശത്ത് സോയിൽ നെയിലിംഗ് രീതിയിലുള്ള പ്രവൃത്തികൾ നടത്തിയിരുന്നു. പരിസ്ഥിതി ലോല പ്രദേശമായ ഇവിടെ വെറും 3 മീറ്റർ മാത്രം നീളമുള്ള കമ്പികൾ മണ്ണിലേക്ക് കയറ്റി നിർമ്മാണം നടത്തുമ്പോൾ തന്നെ നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. 3ഓളം വീടുകൾ അപകട ഭീഷണിയിലാണ്. പണി പൂർത്തിയായി മാസങ്ങൾക്കുള്ളിൽ തന്നെ ആ ഭാഗം ഇടിഞ്ഞു താഴ്ന്നു. ആ തകർച്ചയ്ക്ക് ശേഷമാണ് കോൺക്രീറ്റ് വാൾ നിർമ്മിക്കാനുള്ള പ്രവൃത്തികൾ ആരംഭിച്ചത്. എന്നാൽ ആ നിർമ്മാണവും പൂർണ്ണമായും തകർന്നു വീണിരിക്കുകയാണ്. അപകട സമയം പുലർച്ചെയായതിനാലാണ് വൻ ദുരന്തം ഒഴിവായത്. നിലവിൽ കുന്നിൻ പ്രദേശം കടുത്ത മണ്ണിടിച്ചിൽ ഭീഷണിയിലാണ്.